നമുക്കിപ്പം ഒരു അതിഥി ചേരുകയാണ്. സോണി ചെറുവത്തൂരാണ്. സോണി, സ്വാഗതം. ഇന്നിപ്പോൾ അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വരികയാണ്. ഒരു പരമ്പരയ്ക്കിടെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. സ്പിന്നർമാർക്ക് ഒരുപക്ഷെ കൂടുതൽ സാധ്യതയുള്ള സിഡ്നി ടെസ്റ്റ് അടക്കം മുന്നിലുണ്ട്. അതിനിടെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. അപ്രതീക്ഷിതമായിരുന്നോ ശരിക്കും? സത്യത്തിൽ ഈ പരമ്പരയ്ക്ക് നടുവിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുക എന്നുള്ളത് അപ്രതീക്ഷിതം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ അല്പം കൂടി ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു വിടവാങ്ങൽ അർഹിച്ചിരുന്ന താരമാണ്. കുംബ്ലെയ്ക്ക് തൊട്ട് താഴെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല രീതിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് മാറാമായിരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് നിർത്തുന്നില്ല, അദ്ദേഹം IPL സജീവമായി കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊക്കെ കണക്കെടുക്കാൻ പോലും ഈ പരമ്പരയ്ക്ക് നടുവിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അല്പം അപ്രതീക്ഷിതം തന്നെയാണ്. സോണി, ഇപ്പം നമ്മൾ പഴയ ഇന്ത്യൻ ടീമിനെ എടുക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ മികച്ച 4 സ്പിന്നർമാരൊക്കെ ടീമിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹർഭജനെ പോലെ, കുംബ്ലെ പോലെയുള്ള മാച്ച് വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അശ്വിനെ താങ്കൾ ആ രീതിയിൽ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക? 11 തവണ ഒരു സീരീസിന്റെ താരമാവാൻ, പ്ലെയർ ഓഫ് ദ സീരീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു മുത്തയ്യ മുരളീധരനോടൊപ്പം 11 തവണ ഒരു സീരീസിന്റെ താരമാവാനായിട്ട് രവിചന്ദ്രൻ അശ്വിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്കൊപ്പമോ അവർക്ക് ഒരു പടി മുകളിലോ ആയിരിക്കണം രവിചന്ദ്രൻ അശ്വിൻ എന്ന ക്രിക്കറ്ററുടെ സ്ഥാനം. ബോളിംഗ് മാത്രം കണക്കിലെടുക്കുമ്പോൾ ഇദ്ദേഹത്തെക്കാൾ സ്കിൽഫുൾ ആയിട്ടുള്ള ബോളേഴ്സ് ടീം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ നല്ല സ്കിൽ സെറ്റ് ഉള്ള താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ പോലെ മനസാന്നിധ്യമുള്ള, ഒരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് ഓടിപ്പോകാതെ കൈപൊക്കി ഞാനുണ്ട്, ഞാൻ ഇടിച്ചു നിൽക്കാമെന്ന് പറയുന്ന ആ ഒരു മനസാന്നിധ്യവും മനക്കെട്ടിയുമുള്ള ബോളർമാർ അല്ലെങ്കിൽ ക്രിക്കറ്റർമാർ മുമ്പുണ്ടായിട്ടോ എന്ന് സംശയമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു പരമ്പരക്കിടെയുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപനം അൺഎക്സ്പെക്ടഡ് ആയിരുന്നുവെന്ന്. ഇപ്പൊ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പര അതിൽ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യയിൽ ഒരു പരമ്പരയ്ക്ക് കൂടി ഒരു സാധ്യത അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ബോറടിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു പരമ്പര നേടിക്കഴിഞ്ഞാൽ അതിൽ രവിചന്ദ്രൻ അശ്വിന്റെ ഇമ്പാക്റ്റും അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസും ഒക്കെ എത്രത്തോളം ഉണ്ടാകും. കഴിഞ്ഞ പരമ്പര നമ്മൾ കണക്കിലെടുക്കണ്ട. കാരണം ന്യൂസിലാൻഡ് പരമ്പര അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ഒരു സീരീസ് ആയിരിക്കുമെന്നാണ്. അതിന് 9 വിക്കറ്റുകൾ മാത്രമാണ് നേടാനായത്. പക്ഷെ ബംഗ്ലാദേശ് പോലെയുള്ള ടീമുകൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ ടൂർ ചെയ്തിട്ടുള്ള ഏത് ടീമിനെതിരെയും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വന്നിരുന്നുവെങ്കിൽ മറ്റൊരു പ്ലെയർ ഓഫ് ദ സീരീസ് നേട്ടം കൊണ്ട് അദ്ദേഹത്തിന് വിരമിക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ഈ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ അതൊരു നഷ്ടമായി എന്ന് തോന്നുന്നു. ഒരു ലോസ് ആയി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പേഴ്സണൽ ലോസ് ആയി എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് ഒരു ലീഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമൊന്നുമില്ല. അത് മാത്രമല്ല, ക്രിക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാനും ക്രിക്കറ്റിനെ ആഴത്തിൽ പഠിക്കാനും അത് ഡിസ്കസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഐക്യവും ഒക്കെ ഉള്ള താരം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റ് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മറ്റ് താരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ പല സമയത്തും ആ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആയിട്ട് BCCI കണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ലെ, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ 6 ടെസ്റ്റ് സെഞ്ചുറീസ് ഉണ്ട് അശ്വിൻ എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരു വെറും സ്പിന്നർ എന്ന രീതിയിൽ ആ ഒരു ടെംപ്ലേറ്റിൽ ഒതുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് 6 ടെസ്റ്റ് സെഞ്ചുറികളാണെന്ന് ആലോചിക്കണം. ഏതാണ്ട് 3000 റണ്ണും ഇത്രയും 500 മുകളിൽ വിക്കറ്റുമുള്ള ഏതാണ്ട് 11 പേര് മാത്രമേ ലോക ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം മികച്ച നേട്ടങ്ങൾ ഈ 6 സെഞ്ചുറികൾ അല്ലെങ്കിൽ അദ്ദേഹം നേടിയിട്ടുള്ള അർദ്ധ സെഞ്ചുറികളൊക്കെ തന്നെ ഏത് സമയത്താണ്. അദ്ദേഹം ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ അല്ല. ടീം ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പോലും മത്സരം സമനിലയിലാക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു സ്കിൽ സെറ്റ്, ആ ഒരു മനക്കെട്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊന്നും അല്ലെങ്കിൽ പോലും ഇതിനേക്കാളൊക്കെ അശ്വിനെ യുവതലമുറ ഓർത്തിരിക്കാൻ പോകുന്നത് ആ ഏറ്റവും നിർണായകമായ സമയത്ത് ലക്ഷ്യമിന്റെ പുറത്തു വന്ന ലെഫ്റ്റ് ആം സ്പിന്നറുടെ ബോള് ലീവ് ചെയ്ത് വൈഡ് നേടി ആ ഒരു സ്കോർ ലെവൽ ചെയ്യാൻ കാണിച്ച ഒരു അത്രത്തോളം നിർണായകമായ ലോകകപ്പ് പോലുള്ള ഒരു മത്സരത്തിൽ അവിടെ കാണിച്ച ആ ഒരു മനസാന്നിധ്യമാണ് അദ്ദേഹത്തിലെ ബാറ്ററുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് നമുക്ക് പറയാം. ഇപ്പം അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. രോഹിത് ശർമ്മയെ കുറിച്ച്, വിരാട് കോഹ്ലിയെ കുറിച്ചൊക്കെ അഭ്യൂഹങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനറേഷൻ ചേഞ്ച് നടക്കുകയാണോ ടീം ഇന്ത്യയിൽ? യാതൊരു സംശയമില്ല. ഇനിയും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്നതല്ലെങ്കിൽ പോലും വളരെ പതുക്കെയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള മഹാരഥന്മാർ അവരുടെ സ്ഥാനമൊഴിയുന്ന
ആ ഒരു ഫേസിലേക്കാണ് ടീമിന്റെ പോകുന്നത്. പക്ഷെ ഭദ്രമായ കരങ്ങളിൽ അത് ഏൽപ്പിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നതെന്ന് തോന്നിപ്പോകുന്നു. യുവതലമുറയും പ്രത്യേകിച്ച് IPL വരവോടുകൂടി ആ ഒരു തലമുറ മാറ്റം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അതേ രീതിയിൽ തന്നെ നമ്മുടെ ക്രിക്കറ്റിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതാരങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജയ്ക്ക് പോലും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു തലമുറ മാറ്റം നമുക്ക് നമ്മുടെ ക്രിക്കറ്റിന്, ടീം ഇന്ത്യയുടെ ക്രിക്കറ്റിന് വലിയ ദോഷം ചെയ്യാത്ത രീതിയിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചു, ഇപ്പം നമ്മൾ അശ്വിൻ പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും CSKയിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ അശ്വിനെ നമുക്ക് എന്തായാലും ഉറപ്പായും കാണാൻ കഴിയും. അതിലപ്പുറം ഒരു കമന്റേറ്ററായി അല്ലെങ്കിൽ ഒരു കോച്ചായി എങ്ങനെയാ താങ്കൾ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് കമന്റേറ്റർ ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്ലേയിങ് കരിയറിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗിലും ഒക്കെ സജീവമാവാൻ സാധിക്കുന്ന താരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ എവിടെയോ ഒരു കോച്ച് അല്ലെങ്കിൽ കോച്ച് ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചത് ഈ പുതിയ തലമുറയെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് തമിഴ്നാട് ക്രിക്കറ്റിനെ പറ്റി അദ്ദേഹത്തിന് ഒരുപാട് ഒരു കൺസേൺ ഉള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നു. അദ്ദേഹം ആ തമിഴ്നാട് ക്രിക്കറ്റിനെ ഏറ്റവും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കോച്ചിങ്ങിൽ അദ്ദേഹം സജീവമായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരി, വളരെയധികം നന്ദി സോണി, ഇത്രയും നേരം നമുക്കിപ്പം ചേർന്നതിന്. എന്നാലും എവിടെ ഇനി അശ്വിനെ കാണുമെന്ന് നമ്മൾ ഇപ്പം ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ CSKയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. ഇനി അതല്ലാതെ അദ്ദേഹത്തെ ഏതൊക്കെ റോളുകളിൽ നമ്മൾ കാണുമെന്നുള്ളതാണ് ഇനി കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്നത്.